ഇത് നമ്മൾ അൺവോൾഫ് വന്നിട്ടുണ്ട്. സർക്യൂട്ട് ചെയ്ത നാസ് ഡ്രൈവ് ആണ്. നമുക്കിത് ഇതിലോട്ട് കണക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് 3 ആണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന പൂൾ എന്നാണ്. അത് നമുക്ക് റീപ്ലേസ് കൊടുക്കുക. ഡിസ്ക് റീപ്ലേസ് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി ഫുൾ ഇതിലോട്ട് ട്രാൻസ്ഫർ ആയിക്കോളും. ഇന്നലെ ഞാൻ ഒരു പൂൾ ഓഫ്ലൈൻ ആക്കിയിട്ടാണ് കണക്ട്, കാരണം എൻ്റെ 3 സാറ്റാ പോർട്ടേ ഉള്ളൂ. ഇനി അല്ലെങ്കിൽ എക്സ്പാൻഷൻ കാർഡ് വാങ്ങിക്കണമായിരുന്നു. തൽക്കാലം ഒരു പൂൾ ഓഫ്ലൈൻ ആക്കിയിട്ട് അതിന്റെ പ്ലേസിൽ ഇത് ഇട്ടിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പൊ ഇത് ഫുള്ള് ഡേറ്റ ഇതിലോട്ട് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ആദ്യമാണ് ആക്ച്വലി നാസിൽ ഒരു ഡിസ്ക് റീപ്ലേസ്മെന്റ് ചെയ്യണത്. ഞാൻ അതിന്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്താൽ മതി എന്നാണ് ഒരു വിശ്വാസം. നമുക്ക് കണക്ട് ചെയ്ത് പൂൾ ഓൺലൈൻ ആക്കുമ്പോഴത്തേക്കും ഡേറ്റ ഫുൾ വന്നിട്ടുണ്ടെങ്കിൽ ഡിസ്ക് കംപ്ലീറ്റ് ആണ്. ഇല്ലെങ്കിൽ തിരിച്ച് വീണ്ടും ഇട്ടിട്ട് എന്താണ് സെറ്റപ്പ് എന്ന് നോക്കേണ്ടി വരും. ഡേറ്റ അതിൽ സേഫ് ആയിരിക്കും, പക്ഷേ സെക്ടേഴ്സ് ഒരുപാട് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് വച്ചിനി ഓൺ ആക്കി നോക്കാം. നമ്മളെ പൂളെല്ലാം കറക്റ്റ് എടുത്ത് ഡേറ്റ എല്ലാം ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് വാറന്റിക്ക് അയക്കണം. കാരണം വാറന്റി പീരീഡിലാണ് ഇത് എന്തോ കാര്യം കൊണ്ട് പറ്റിയതാണ്. അപ്പൊ നമ്മളിത് വാറന്റിക്ക് അയച്ചു നോക്കാം. അപ്പൊ ഇതിപ്പോ വേറെ ഒന്നുമല്ല, 83%, 80ക്ക് മുകളിൽ പോകുമ്പോഴത്തേക്കും ട്രൂനാസ് എറർ കാണിക്കണം. ഡിസ്ക് ഹെൽത്തിന്റെ എറർ പോയിട്ടുണ്ട്. ZFS ഹെൽത്ത് കാണിക്കണം. നമ്മൾ റിഡൻഡൻസി ഇട്ടിട്ടില്ല. അത് ഒരു ഹാർഡ് ഡിസ്ക് ഇട്ടില്ല. നമ്മൾ ZFS പൂൾ ചെയ്യാത്തുണ്ട്. അതിന്റെ ഒരു വാണിംഗ് ഉണ്ട്. ബാക്കി നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഡിസ്ക് ഹെൽത്തിന്റെ വാണിംഗ്സ് ഫുള്ള് പോയിട്ടുണ്ട്. ഡിസ്ക് ടെമ്പറേച്ചർ അല്ലാത്ത 0 ആണ്, ഹൈ ടെമ്പറേച്ചർ അതെല്ലാം ഓക്കെ ആണ്. ഫെയിൽഡ് ടെസ്റ്റുകളൊന്നുമില്ല. അപ്പം നമ്മൾ സക്സസ്ഫുള്ളി റിപ്ലിക്കേറ്റ് ആയിരുന്നു. ഇത് നമുക്ക് വാറന്റിക്ക് അയക്കാം. ഇത് സെർവർ ഹാർഡ് ഡിസ്ക് അല്ല ആക്ച്വലി. ഞാൻ വിചാരിച്ചൊരു 2 വർഷമൊക്കെ പോകും മാക്സിമം. സെർവർ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ പോലും 2 വർഷമൊക്കെ പോകുമെന്ന് വിചാരിച്ചാൽ ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ അപ്പോൾ ഒട്ടും പോയില്ല, എററായി. കാരണം നമ്മൾ അത്രയും ഡേറ്റ ഒന്നും നമ്മൾ ബാക്കപ്പ് രീതിയിലാണ് ഉപയോഗിക്കുന്നത്. സിസ്റ്റത്തിലെ SSD ഉണ്ട്, അത് തന്നെയാണ് നമ്മൾ മാക്സിമം ക്യാഷിനും ബാക്കി അതിനകത്ത് സ്റ്റോറേജ് ഒരു ബാക്കപ്പ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാണ്. എന്നിട്ടും അത് ഡെഡ് ആയി. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇത് വാറന്റിക്ക് അയക്കാം. ഇപ്പൊ നമുക്ക് നെറ്റ്വർക്ക് ആക്സസ് കുറവാണ്, സ്പീഡ് കുറവാണ്. 1 GB/s. അതിൽ നമുക്ക് എല്ലാം ഒന്നും എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഭാവിയിൽ കഴിഞ്ഞാൽ 2.5 കാർഡ് വെച്ച് ഞാൻ കാണിച്ചു. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിന് എഡിറ്റിംഗിനുള്ള സെറ്റപ്പ് ചെയ്യണം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഹാർഡ് ഡിസ്ക് മാറ്റിയത്. ഇതാണ് നമുക്ക് നാസിന്റെ വേറെ ബെനിഫിറ്റ്. കാരണം നമ്മൾ വിൻഡോസിലാണ് ഈ ഹാർഡ് ഡിസ്ക് കിടന്നതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലുമൊക്കെ വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഫയൽ കറക്റ്റ് ആവുകയോ റീഡ് ചെയ്യാൻ പറ്റാത്തത് കാണിച്ചു തന്നെ. പക്ഷെ നാസ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് കറക്റ്റ് എറർ കാണിച്ചത്, അത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയത്. നമ്മൾ മറ്റേതാണെങ്കിൽ കോപ്പിങ് എല്ലാം ഒരു തൊഴിലായാലും ഞാൻ യൂസ് ചെയ്യുന്നത് ട്രൂനാസ് സ്കെയിൽ എന്ന് പറഞ്ഞ വെർഷനാണ്. ട്രൂനാസ് ആണ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഫ്രീ വെർഷനാണ്. എന്നാൽ അഡ്വാൻസ് ആയിട്ടുള്ള അതിന്റെ ബേസിൽ തന്നെയാണ് ബാക്കി ഇപ്പോൾ പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പെയ്ഡ് വെർഷൻസ് വന്നിട്ടുണ്ട്. ഇത് പക്ഷേ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി അല്ല. കാണുമ്പോൾ നമുക്ക് ഇന്റർഫേസ് കുറച്ച് കണ്ടില്ലേ, നേരത്തെ കാണിച്ചു ഇന്റർഫേസ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നും. പക്ഷെ ഒന്ന് പഠിക്കാമെങ്കിൽ ബെറ്റർ ആണ്. ട്രൂനാസിന്റെ തന്നെ 2 കോറും ഉണ്ട്, സ്കെയിലും ഉണ്ട്. സ്കെയിലിൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്, അത് ലിനക്സ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ നെറ്റ്വർക്ക് കാർഡ്സും എല്ലാ എക്സ്പാൻഷൻ കാർഡ്സും എല്ലാം വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ സ്കെയിൽ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇനിയിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് കേസ് മാറ്റി കുറച്ചും കൂടെ ഹാർഡ് ഡിസ്ക് നെറ്റ്വർക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കേസസ് ഉണ്ട്. അപ്പോൾ അത് ആക്കിയതിന് ശേഷം നെറ്റ്വർക്ക് PCI to SATA കൺവേർഷൻ കാർഡ്സ് കിട്ടും, എക്സ്പാൻഷൻ കാർഡ്സ്. അത് വെച്ച് കുറച്ചും കൂടെ ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്യുന്നത് പ്ലാൻ. അപ്പോൾ അത് സക്സസ്ഫുൾ ആണ്. ഞാനതൊരു ട്രയൽ എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് നോക്കിയതാണ്. 1 വർഷത്തോളമായി നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് സക്സസ്ഫുൾ ഇതുവരെ ഒരു പ്രശ്നമില്ല. ഓക്കെ, അപ്പം നമുക്കിനി ബാക്കി നെറ്റ്വർക്കിങ്ങിൻ്റെ ബാക്കി അടുത്തൊരു ഇതുമായിട്ട് വരാം. ടാറ്റാ.